കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങളെ എല്ലാവരെയും വന്ദനം ചൊല്ലുന്നു. നമ്മുടെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഏൻഷ്യന്റ് മിസ്റ്റിസിസം എന്ന പുരാതന വിശ്വാസ വീരന്മാർ, വിശുദ്ധ ബൈബിളിന്റെ കഥാപാത്രങ്ങൾ, അവര് കടന്നുപോയ ആത്മീക യാത്രയെ നമ്മൾ പഠിക്കുകയാണ്. നിശ്ചയമായിട്ടും ഈ പഠനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് അറിവുകളെ കൊണ്ടുവരുന്നതിനപ്പുറത്ത് വലിയ രൂപാന്തരം വരുത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ 2 പ്രധാന ക്ലാസ്സുകളിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചത് മിസ്റ്റിസിസം അല്ലെങ്കിൽ മിസ്റ്റിസിസം എന്ന വാക്കിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ: പിതാവായ ദൈവത്തോട് ദൈവത്തെ നാം അറിയുക. ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ട് നാം ഒന്നായി മാറുക എന്നതാണ്. ഒന്നായി മാറുക എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയും പുരുഷനും അവരുടെ വിവാഹത്തിൽ ഒന്നാകുന്നത് പോലെ മാനുഷികമായി ആത്മാവായ ദൈവവും ആത്മാവായ മനുഷ്യനും ഏകാത്മാവിലായിത്തീരുക എന്ന പരമമായ യാഥാർത്ഥ്യമാണ് നമ്മൾ മിസ്റ്റിസിസത്തിലൂടെ അർത്ഥമാക്കുന്നത്. ഇത് ദൈവത്തെക്കുറിച്ചുള്ള ഒരു വായനയിൽ ലഭിച്ച അറിവല്ല. പിതാവായ ദൈവത്തെ, പുത്രനായ യേശുവിനെ, പരിശുദ്ധ റൂഹായെ നാം തിരുവെഴുത്തുകളിലൂടെ വായിച്ചു മനസ്സിലാക്കുന്ന അറിവിൽ നിന്ന് ഒരുപാട് അപ്പുറത്ത് നാം ദൈവത്തെ ഇന്റിമേറ്റ് ആയിട്ട് അറിയുന്ന ഒരറിവാണ് മിസ്റ്റിസിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. പ്രാർത്ഥന ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ധ്യാനം ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. മറ്റൊരു കാര്യം, നമ്മൾ കൂടുതൽ അറിയാത്തൊരു കാര്യമുണ്ട്. അത് സ്റ്റിൽനെസ്. സ്റ്റിൽനെസ് എന്ന് പറഞ്ഞാൽ സൈലൻസ്. സൈലൻസ് അതായത് മൗനത, മൗനമായിരിക്കുക, ദൈവസന്നിധിയിൽ മൗനമായിരിക്കുക എന്നത് കർത്താവുമായിട്ട് നാം ഒന്നായി മാറുന്നതിൻ്റെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ 4ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ കോണ്ടംപ്ലേറ്റീവ് പ്രയർ എന്ന് പറയും. കോണ്ടംപ്ലേറ്റീവ് പ്രയർ 4 കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ് മുതൽ പഠിക്കും. ഇന്ന് ഞാൻ അതിനകത്തൊരു ഏൻഷ്യന്റ് പാത്ത് ഇട്ടിട്ട് 4 പ്രധാന പോയിന്റുകൾ 4 ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കാൻ പോകും. 1, പ്രയർ. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം മാറാൻ തയ്യാറുള്ളവർ ഇത് കേൾക്കണം. 2, മെഡിറ്റേഷൻ. 3ാമത്തത് സൈലൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്, അതായത് ദൈവസന്നിധിയിൽ മൗനമായിരിക്കുക. ഇതൊരു വലിയ പഠനമാണ്. 4ാമത്തത് കോണ്ടംപ്ലേറ്റീവ് പ്രയർ, അതായത് പ്രാർത്ഥന എന്ന തപസ്യ അല്ലെങ്കിൽ ധ്യാനനിരതമായ പ്രാർത്ഥന. ഇങ്ങനെ 4 പ്രധാന മൈൽ സ്റ്റോണുകൾ ആദിമ സഭയിലെ വിശുദ്ധന്മാർ, ക്രിസ്തുവിന്റെ തിരുവെഴുത്തുകൾക്കകത്തെ ആത്മീക ഭക്തന്മാർ, നമ്മുടെ മുമ്പിലുള്ള പിതാക്കന്മാർ അവർ അനുവർത്തിച്ചിരുന്നു. അല്ലെങ്കിൽ അവർ ആ വഴിയായിരുന്നു ദൈവത്തെ കണ്ടുമുട്ടിയത്. അവർ ഉപയോഗിച്ചിരുന്ന പാത്താണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. നമ്മൾ അതിലേക്ക് ഒന്ന് ശ്രദ്ധയെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ബൈബിൾ കൈവശമുണ്ടെങ്കിൽ ആ ഭാഗത്തിലേക്ക് ഒന്ന് വരണം. ഞാൻ ജെറേമിയാവിന്റെ പുസ്തകം, ബുക്ക് ഓഫ് ജെറേമിയ, ചാപ്റ്റർ 6 വേഴ്സ് 16. Jeremiah chapter 6 verse 16. Thus say the Lord, stand ye in the ways and see and ask for the old paths. Where is good way, and walk therein, and you shall find rest in your souls. But they said, we will not walk therein. ജെറേമിയാവ് പറയുക, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അവൻ, ദിസ് ഈസ് ദ വേർഡ് ഓഫ് ദ ലോർഡ്. ദൈവത്തിന്റെ ഡയറക്റ്റ് വേർഡാണ്. നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്നും
പാതകളെ നോക്കി ചോദിപ്പീൻ. ശ്രദ്ധിക്കണം ആ വാക്ക്. നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പീൻ. ഈ പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പിൽ, എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. You shall find rest for your souls. വാക്ക് ശ്രദ്ധിക്കുക. നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പി. അപ്പൊ പ്രവാചകൻ ദൈവപരിശുദ്ധ പൂർണ്ണനായി പറയുകയാണ്, ആത്മപൂർണ്ണനായി പറയുകയാണ്, നിങ്ങൾ പാതകൾ, ഒരുപാട് വഴികളുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് ക്രിസ്തീയ സമൂഹത്തിൽ നമുക്ക് we have a lot of ways. നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, ധ്യാനിക്കുന്നു, മീറ്റിങ്ങിന് പോകുന്നു, കോൺഫറൻസ് അറ്റൻഡ് ചെയ്യുന്നു, ദൈവദാസന്മാരുടെ കരങ്ങളിലൂടെ കൈവപ്പിലൂടെ അനുഗ്രഹങ്ങൾ ലഭ്യമാകാൻ വേണ്ടി കാത്തിരിക്കുന്നു, കർത്താവിന്റെ ദാസന്മാരെ ഫോളോ ചെയ്യുന്നു. സോ മെനി വേസസ് വി ഹാവ്. ഈ വഴികളിൽ നമ്മൾ ചെന്നിട്ട് ഇതിനകത്ത് ഗുഡ് വേ ഏതെന്ന് പാതകളെ നോക്കി മനസ്സിലാക്കണം. ഞാൻ 2 ടേംസ് ആണ് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. ഒന്ന് വേസ് അല്ലെങ്കിൽ വഴികൾ, ആൻഡ് അടുത്തത് പറഞ്ഞു പാത്ത്. വേ ആൻഡ് പാത്ത്, ഇത് രണ്ടും നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ശ്രദ്ധിക്കുക, ഈ വേ ആൻഡ് പാത്ത് എന്നത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ കുറച്ചും കൂടെ മറ്റൊരു തിരുവെഴുത്തിലേക്ക് ഒന്ന് പോകണം. അത് സങ്കീർത്തനം 25:4 വാക്യമാണ്. സങ്കീർത്തനം 25:4 നോക്കി. സങ്കീർത്തനം 25:4 ഡേവിഡ് പ്രാർത്ഥിക്കുകയാണ്. ദാവീദിന്റെ സങ്കീർത്തനമാണ്. ദാവീദ് പറയുകയാണ്, നമുക്കറിയാം ദാവീദ് ഇസ് എ മിസ്റ്റിക്കാ കേട്ടോ. ദാവീദിനെ നമ്മൾ മിസ്റ്റിക്കായിട്ടാണ് കാണേണ്ടത്. കാരണം ഇവരാരും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ഒരു സാധാരണ ആളല്ല. ദേ ആർ ഓൾവേസ് കണക്റ്റഡ് വിത്ത് ഗോഡ്. ദൈവത്തോട് യുണൈറ്റഡ് ആയ ആളാണ് ഡേവിഡ്. സോ ഡേവിഡിന്റെ വേർഡുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. സോ ഡേവിഡ് പറയുന്ന വാക്ക് നോക്കിയേ, 4 വാക്യം, യഹോവേ നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ. നോട്ട് ദിസ് പോയിന്റ്. നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ലിസൺ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. അപ്പൊ വഴിയും പാതയും നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ഇത് ഒരുപക്ഷെ ഇത് ഒരു സിനോണിംസ് മാത്രമാണ്. അതായത് ഒരു വേർഡിന്റെ മറ്റൊരു പദം മാത്രമാണ്. ആക്ച്വലി വിശുദ്ധ തിരുവെഴുത്തിനകത്ത് ഒരു പദത്തിന്റെ 2 അർത്ഥമല്ല ഇത്. നമ്മൾ നേരത്തെ വായിച്ചു, നിങ്ങൾ ചെന്ന് പാതകളിൽ ചെന്നിട്ട് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി പഠിപ്പിക്കുന്ന. അപ്പൊ വഴികളും പാതകളും ഉണ്ട്. ദിസ് ഈസ് ഇമ്പോർട്ടന്റ്. വഴികളും പാതകളും ദാവീദിന് അറിയാം. കാരണം ദാവീദ് ഹി വാസ് എ മിസ്റ്റിക്. ഹി വാസ് എ മാൻ വാക്കിംഗ് വിത്ത് ഗോഡ്, യുണൈറ്റഡ് വിത്ത് ഗോഡ്. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞ ഓൾഡ് കവനന്റിലെ ഏറ്റവും പവർഫുൾ മിസ്റ്റിക് ആയിരുന്നു ഡേവിഡ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് തിരുവെഴുത്തുകളെ രചിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, തിരുവെഴുത്തുകളെ രചിക്കാൻ ദൈവത്തിന്റെ ഇൻസ്പയർഡ് വേർഡ്, ദൈവത്തിന്റെ ശ്വാസം. സോ ഒരു മിസ്റ്റിക്കിന് മാത്രമേ ദൈവത്തിന്റെ ശ്വാസത്തിലൂടെ പുറത്തു വരുന്ന ദൈവനിശ്വാസീയമായ വചനങ്ങളെ ലോകത്തിന് കൊണ്ടുവരാൻ പറ്റൂ. കാരണം ബൈബിൾ ഏതാണ്? എല്ലാ തിരുവെഴുത്തും ദൈവനിശ്വാസീയമാണ്. ദൈവനിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന്റെ ശ്വാസത്താൽ പുറത്തു വന്നെന്ന് പറഞ്ഞാൽ ദ വേർഡ് ദാറ്റ് ക്യാരീസ് ദ ബ്രീത്ത്. ദൈവത്തിന്റെ വചനങ്ങളിൽ ദൈവത്തിന്റെ ശ്വാസമുണ്ട്. അതായത് ദൈവത്തിന്റെ ബ്രീത്ത്, ദൈവത്തിന്റെ ബ്രത്തുള്ള വചനങ്ങളാണ് ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ. അപ്പൊ നിങ്ങൾ ഒരു തിരുവെഴുത്ത് എടുക്കുമ്പോൾ അത് ദൈവത്തിന്റെ ശ്വാസമുള്ളതാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ തിരുവെഴുത്തുകളിലൊക്കെ പോകുന്നതിന് മുമ്പ് ആ തിരുവെഴുത്തുകളെ ഭൂമിക്ക് കൊണ്ടുവന്ന ആ തിരുവെഴുത്തുകളെ നമുക്ക് തന്ന കഴിഞ്ഞ നൂറ്റാണ്ടുകളായി, 100 കണക്കിന് വർഷങ്ങളായി ലോകം മുഴുവൻ വായിച്ച് എത്ര ധ്യാനിച്ചിട്ടും ഇന്നും മതി വരാതെ നിൽക്കുന്ന തിരുവെഴുത്ത്. ഈ തിരുവെഴുത്തിനെ കൊണ്ടുവരാൻ ദൈവം ഉപയോഗിച്ച മനുഷ്യൻ, ആ മനുഷ്യൻ എങ്ങനെയാണ് ദൈവത്തെ അറിഞ്ഞത്? അതാണ് നമ്മുടെ രഹസ്യം. മനസ്സിലാകുന്നുണ്ടോ? തിരുവെഴുത്തുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്, തിരുവെഴുത്തിന്റെ മഹത്വത്തെ നമ്മൾ കാണുന്നുണ്ട്.
അതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും തിരുവെഴുത്തിന്റെ മഹത്വത്തെ നാം വാനോളം ഉയർത്തുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, വേദപുസ്തകത്തെ നെഗ്ലക്ട് ചെയ്തിട്ടല്ല നമ്മുടെ പഠനം പോകുന്നത്. അത് ഫാൾസ് മിസ്റ്റിസിസമാണ്. നമ്മൾ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, വിശുദ്ധ സഭയ്ക്ക്, പരിശുദ്ധ സഭയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെയും അവിടുത്തെ പാവന രക്തത്തിനും നമ്മൾ ഹയർ വാല്യൂ കൊടുക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിന്റെ ഫിനിഷ്ഡ് വർക്കിനെ നമ്മൾ ഹൈലി എക്സോൾട്ട് ചെയ്യുന്നുണ്ട്. ഇതൊന്നും മാറ്റി നിർത്തിയിട്ടല്ല നമ്മൾ മിസ്റ്റിസിസം പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് പറയുമ്പോൾ ബൈബിൾ ഇല്ല, ദൈവസഭയില്ല, യേശുവില്ല, ക്രിസ്തു, ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം നമ്മുടെ മൈൻഡിൽ നിന്ന് മാറണം. ഞാൻ ആരംഭ ക്ലാസ്സിൽ പറഞ്ഞത് ഇതൊന്നും ഇല്ലാതെ അവർ എങ്ങനെ ദൈവത്തെ കണ്ടു എന്ന് തന്നെയാണ്. എന്നാൽ അവരിൽ എല്ലാവരിലും, അതായത് ഇതൊക്കെ അവര് ഇല്ലാതിരുന്ന സമയത്ത് അവർ ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തിയെങ്കിൽ അവര് പോയ വഴികളിൽ, ശ്രദ്ധിക്കണം, അവരുപയോഗിച്ച പാതകളിൽ, അവർ പോയ പാത്തുകളിൽ ഫിനിഷ്ഡ് വർക്ക് ഉണ്ടായിരുന്നു, കാൽവറിയുടെ റെവലേഷൻ ഉണ്ടായിരുന്നു, ക്രിസ്തുവിന്റെ സഭ എക്ലീഷ്യ എന്ന മഹത്വം ഉണ്ടായിരുന്നു, ദൈവരാജ്യം സംബന്ധമായ മർമ്മങ്ങൾ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഏൻഷ്യന്റ് പാത്തുകളിൽ നമ്മൾ ഇന്ന് കാണുന്ന സകലതും അവരെ ആത്മമണ്ഡലത്തിൽ കണ്ടോണ്ടാ പോയത്. അപ്പൊ നമ്മൾ അതിനെ നെഗ്ലക്ട് ചെയ്യുന്നില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. കുരിശിനെ നെഗ്ലക്ട് ചെയ്യുന്നില്ല, സഭയെ നെഗ്ലക്ട് ചെയ്യുന്നില്ല, തിരുവെഴുത്തുകളെ നെഗ്ലക്ട് ചെയ്യുന്നില്ല, ഇതൊന്നും നെഗ്ലക്ട് ചെയ്യുന്നില്ല. പക്ഷേ ഇതൊന്നും ഇല്ലാതിരുന്ന സമയത്ത് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ പഴയ പാതയിൽ അവർ ഇവയെ കണ്ട് ആനന്ദിച്ച് ആഹ്ലാദിച്ച് ആ മഹിമയിൽ രസിച്ചുകൊണ്ടാണ് യാത്ര ചെയ്തത്. നമ്മൾ അവിടേക്കാണ് യാത്ര ചെയ്തത്. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുന്ന ശ്രദ്ധയേറിയ കാര്യം ദാവീദിന്റെ ഈ വാക്കാണ്: നിന്റെ വഴികളെ എന്നെ അറിയിക്കണം, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണം. ഒരു വല്ലാത്ത പ്രശ്നം. പാതകൾ ഉപദേശിക്കേണ്ടതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഏൻഷ്യന്റ് പാത്ത് ആണ്. മിസ്റ്റിസിസത്തിന്റെ ബേസിക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഏൻഷ്യന്റ് പാത്ത് ആൻഡ് ഗുഡ് വേസ്, നല്ല വഴികളും പുരാതന പാതകളും. നല്ല വഴികൾ, ഗുഡ് വേസ് ആൻഡ് ഏൻഷ്യന്റ് പാത്ത്. സോ ഡേവിഡ് പറയാ, ഷോ മീ ദൈ വേസ്, ഷോ മീ ദൈ വേസ് ആൻഡ് ടീച്ച് ദൈ പാത്ത്. ഓ വണ്ടർഫുൾ. കർത്താവേ, നിന്റെ വഴി കാണിച്ചു തരണം. അപ്പൊ വഴി എനിക്ക് കാണിച്ചു തരണം, പാത എനിക്ക് പഠിപ്പിച്ചു തരണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത്. ഏൻഷ്യന്റ് വേ എനിക്ക് പഠിപ്പിച്ചു തരാനേ പറ്റത്തുള്ളൂ, കാണിച്ചു തരാൻ പറ്റത്തില്ല. അപ്പൊ കാണിച്ചു തരേണ്ടത് വഴികളും പഠിപ്പിച്ചു തരേണ്ടത് പാതകളുമാണ്. Amen. So we are learning the paths. We are learning the paths and we are seeing the ways. So David പറയും, Lord, show me the way and teach me the paths. ഇത് രണ്ടും നമ്മൾ ഒന്ന് വിശദീകരിച്ച് പഠിഞ്ഞാൽ ഇന്ന് ക്ലാസ് അതുകൊണ്ട് അങ്ങ് തീരും. അതുകൊണ്ട് മനസ്സിലാക്കുക. എല്ലാവരും എന്നെ നല്ല പ്രബുദ്ധരും ആത്മപൂർണരുമാകയാൽ ഞാൻ പറയുന്നത് വളരെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യു ക്യാൻ ഈസിലി ക്യാച്ച് ദ വേർഡ്. ഓക്കെ, ഇവിടെ പാത്ത് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എബ്രായ ഭാഷയിൽ അറാഖ് എന്ന പദമാണ്. നിങ്ങൾ ആ പദങ്ങൾ മേടിച്ചു. അറാഖ്, ARACH, അറാഖ്. സോ അറാഖ് എന്നാൽ എ മെത്തേഡ് ഓഫ് ട്രാവൽ ഡൗൺ എ വേ, എ മെത്തേഡ് ഓഫ് ട്രാവൽ. അപ്പൊ യാത്ര ചെയ്യാനുള്ള മെത്തേഡിനെയാണ് പാത്ത് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടോ പ്രിയരെ? അപ്പൊ ഏൻഷ്യന്റ് പാത്ത്, പുരാതന വഴി, പാത എന്ന് പറഞ്ഞാൽ പുരാതന മെത്തേഡാണ്. ദ മെത്തേഡ് ടു ട്രാവൽ, യാത്ര ചെയ്യേണ്ട രീതി. ആമേൻ. യാത്ര ചെയ്യേണ്ട രീതി. സോ ഡേവിഡ് പറയാ, ലോർഡ് ഷോ മീ ദ വേ ആൻഡ് ടീച്ച് മീ ദ പാത്ത്. സോ ഇവിടെ പാത്ത് എന്നതിന് കൊടുത്തിരിക്കുന്ന പദം അറാഖ്. അറാഖ് എന്ന വാക്കിന്റെ അർത്ഥം ദ മെത്തേഡ് ടു ട്രാവൽ. അതായത് ദൈവം ഒരു വേ കാണിച്ചു തന്നിട്ടുണ്ട്. ആ വേയിലൂടെ എനിക്ക് സഞ്ചരിക്കേണ്ട രീതിയാണ് പാത്ത്. സോ ഏൻഷ്യന്റ് പാത്ത് എന്ന് പറഞ്ഞാൽ
ദൈവത്തിന്റെ അടുക്കലേക്ക് എത്താൻ ഞാൻ പഠിക്കേണ്ട മെത്തേഡാണ് ancient path. So I need to learn the paths. So David പറയാ, Lord, show me your ways, O Lord, O Jehovah, teach me your paths. So pathന്റെ കൊടുത്തിരിക്കുന്ന പദം ആറാഖ്. സോ അതുപോലെ തന്നെ വേയ്സിന് കൊടുത്തിരിക്കുന്ന പദം, വേയ്സ് എന്ന് പറയുന്നത് എന്താണ്? വഴികൾ. വഴികൾക്ക് കൊടുത്തിരിക്കുന്ന പദം ഡെറക്, അതായത് DEREK, ഡെറക് എന്ന് പറയും. ഡെറക് ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? ഡെറക്, DEREK, ഡെറക്, അതാണ് വേയ്സ്. കാരണം ഞാനിതൊരു ബേസിക് പറയുന്നത് ഇത് മനസ്സിലാക്കിയെങ്കിലേ നമ്മൾ മുമ്പോട്ട് മനസ്സിലാക്കാൻ ഈസി ആയിട്ട് മനസ്സിലാവും. സോ ഡെറക് എന്ന് പറഞ്ഞാൽ വേയ്സ്, വഴികൾ, DEREK. ആ വഴികൾ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, അതായത് അത് ആക്ച്വലി എംഫസൈസ് ഓൺ ദ ഡെസ്റ്റിനേഷൻ ആണ്. വഴികൾ പിടികിട്ടുന്നുണ്ടോ പ്രിയരെ? അതായത് ദൈവമേ നിന്റെ വഴികൾ എനിക്ക് അറിയിക്കണമേ. അപ്പം വഴികൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ്, ആ വഴികൾ എന്ന് പറയുമ്പോൾ ഓർക്കണം, ഇറ്റ് ഈസ് ഓൾവേസ് എംഫസൈസിങ് ഓൺ ദ ഡെസ്റ്റിനേഷൻ. അപ്പൊ ഞാൻ ഇവിടുന്ന് നേരെ കോട്ടയത്ത് പോകുന്നു. അപ്പൊ കോട്ടയത്തേക്ക് പോകുന്ന വഴി, ആ വഴിയുടെ, അതാണ് ഡെറക്. ആ വഴി ഷോ ചെയ്യുന്നത് ഡെസ്റ്റിനേഷനാണ്. ഡെസ്റ്റിനേഷനാണ് വഴിക്ക്, വഴിയുടെ എംഫസൈസ് ഓൺ ഡെസ്റ്റിനേഷൻ. അറാഖ് എംഫസൈസ് ഓൺ മെത്തേഡ്. അതായത് ഡെസ്റ്റിനേഷനിൽ എത്താനുള്ള മെത്തേഡാണ് ഡെറക് എന്ന് പറയുന്നത്. Did you get me? ഞാൻ സ്പീഡ് കൂട്ടുന്നില്ല, ശാന്തമായിട്ട് പറയാം. അപ്പം മെത്തേഡ് ഉണ്ട്, ഡെസ്റ്റിനേഷൻ ഉണ്ട്. അപ്പം ദൈവത്തിങ്കിലേക്ക് എനിക്ക് എത്തണം. എന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം സ്വർഗത്തിലെത്തുന്നതല്ല. നമ്മൾ ആ ചിന്തയിൽ നിന്ന് മാറണം. സ്വർഗത്തിലെത്തുന്നത് ഒരു, സത്യം പറഞ്ഞ, ഒരു ബാലിശ ചിന്താഗതിയാണ്. അതൊരു മതമാണ്. ഒറിജിനൽ സ്പിരിച്വാലിറ്റി ഹെവനിലേക്ക് എത്തുന്നതല്ല. ഒറിജിനൽ ക്രിസ്ത്യാനിറ്റി പിതാവിലേക്ക് നമ്മൾ എത്തുന്നതാണ്, ദൈവത്തിലേക്ക് എത്തുന്നതാണ്. നമ്മുടെ ഡെസ്റ്റിനേഷൻ ഹെവൻ അല്ല. നമ്മുടെ ഡെസ്റ്റിനേഷൻ നമ്മുടെ പിതാവിന്റെ ഹൃദയമാണ്. നമ്മുടെ അപ്പന്റെ ഹൃദയത്തിൽ നമ്മൾ എത്തുന്നതാണ്. പിതൃഹൃദയത്തിൽ നമ്മൾ എത്തുന്നെങ്കിൽ അതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. എന്ന് പറഞ്ഞാൽ നാം ദൈവവുമായി ഒന്നായി ചേരുന്നതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഇതിൽ കുറഞ്ഞൊരു ഡെസ്റ്റിനേഷൻ നമ്മുടെ സ്വപ്നത്തിൽ വേണ്ട. സ്വർഗത്തിൽ പോവുക, നിത്യത മുത്തോണ്ടിരിക്കുക, പ്രതിഫലം, ഇതെല്ലാം സത്യത്തിൽ ഉണ്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഇതെല്ലാം ജസ്റ്റ് ആടിനെ നമ്മൾ തീറ്റ കാട്ടി ഇങ്ങനെ വിളിക്കുന്നതാണ്. ആടിനെ തീറ്റ കാട്ടി വിളിക്കുന്ന, ഇങ്ങനെ ഒരു ഇല എടുത്ത് കാണിക്കുമ്പോൾ ആട് ഓടി വരുന്ന പോലെ സ്വർഗവും അനുഗ്രഹവും പ്രതിഫലവും അവിടെ സ്വച്ഛ സ്ഫടിക തങ്ക തുല്യമായ തെരി, ഇതൊക്കെ നല്ലതില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഇതൊന്നും ഒരു ആത്മീയന്റെ വിഷയമല്ല. ഇതെല്ലാം ബേബീസിന്റെ വിഷയമാണ്. ഇതെല്ലാം കുഞ്ഞുങ്ങളുടെ വിഷയമാണ്. ഇതൊക്കെ കുഞ്ഞു വാവമാരറിയേണ്ട വിഷയമാണ്. ഒരു ആത്മീകൻ, ഒരു സ്പിരിച്വൽ മച്ചുവേർഡ് പേഴ്സൺ ഒരിക്കലും ഇസ് നോട്ട് ഫോക്കസിങ് ഓൺ, അവൻ ഒരിക്കലും ഈ പ്രതിഫലം, കിരീടം. സോ മെനി പീപ്പിൾ ആർ തിങ്കിങ്, ഓ സ്വർഗത്തിൽ ചിലപ്പോൾ കിരീടം കിട്ടും. സോ എനിക്ക് അവരെ കാണുമ്പോൾ ചിരി വരിക. ഒരു 7 കിരീടം കിട്ടുമെന്ന്. ഒരു കിരീടം വെച്ചുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം നടക്കത്തില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോണം. നിങ്ങളുടെ തലയിൽ ഒരു കിരീടം വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ ബോറായി തോന്നും. നിങ്ങളത് ഊരി വെക്കും. കിരീടം കിട്ടും, 7 കിരീടം കിട്ടും, അത് വെച്ച് സ്വർഗത്തിൽ. സോ ദീസ് ഓൾ തിങ്സ് ആർ ഫണ്ണി തിങ്സ്. തിങ്സ് ആർ ദേർ. ഇതെല്ലാം ഉണ്ട് കേട്ടോ, റിവാർഡ് ഈസ് ദേർ. പക്ഷെ നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. അവർ ഡെസ്റ്റിനേഷൻ ഈസ് ഗോഡ്. വി നീഡ് ടു, അതായത് നാം മരിച്ച ശേഷം, ശ്രദ്ധിക്കണം, നാം മരിച്ച ശേഷം ദൈവത്തിങ്കിൽ പോയി ട്രിനിറ്റിക്കകത്ത് പോയി താമസിക്കുന്നതിനേക്കാൾ ഉപരി ഈ ബോഡിയിൽ, ഓ ഐ ലവ് ഇറ്റ്, ഈ ബോഡിയിൽ, ഈ ശരീരത്തിൽ, മർത്യതയിൽ ജീവിക്കുന്ന, ഈ അമർത്യതയെ പോകാൻ കാംക്ഷിക്കുന്ന ഈ സാക്സിൽ, ഈ ശരീരം കൊണ്ട് എനിക്ക് ദൈവത്തെ അറിയാൻ പറ്റുമോ? ഈ ശരീരത്തിൽ എനിക്ക് പിതാവുമായി ഒന്നാകാൻ പറ്റുമോ? അതിന്റെ ഏറ്റവും വലിയ തെളിവ് യേശുക്രിസ്തുവാണ്. ജഡത്തിൽ വെളിപ്പെട്ടിട്ട് പിതാവുമായിട്ട് ഏകമായി മാറിയിട്ടാണ് യേശു ലോകത്തെ കീഴ്മേൽ മറിച്ചത്. ക്രിസ്തുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആദ്യം അറിയേണ്ടത് ഈ ശരീരത്തിൽ ഇരിക്കെ പിതാവുമായി യൂണിയനിലെത്തുക. അതിനപ്പുറത്ത് വേറെ ഒരു ലക്ഷ്യവുമില്ല നമുക്ക്. വിട്ടുപിരിഞ്ഞിട്ട് അങ്ങ് ചെന്നിട്ടല്ല. അതുകൊണ്ടാണ് പോൾ പറയുന്നത് വിട്ടുപിരിഞ്ഞിട്ട് പോകാൻ താല്പര്യമുണ്ട്, പക്ഷെ എനിക്ക് താല്പര്യം ഇപ്പൊ ഇല്ല. എനിക്ക് നിങ്ങൾ നിമിത്തം ഇവിടെ ശരീരത്തിൽ തുടരണം. ഈ ശരീരത്തിൽ തുടർന്നുകൊണ്ട് ഈ ബോഡിയിൽ ദൈവത്തിന്റെ ഫുൾനെസ് വെളിപ്പെടണം. ഓ, ക്യാൻ യു ടേക്ക് ഇറ്റ് ആസ് എ ചലഞ്ച് ബ്രദേഴ്സ്?
നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ ബലഹീനതയുള്ള ശരീരത്തിൽ, കുറവുകളുള്ള ശരീരത്തിൽ, രോഗം വരുന്ന ശരീരത്തിൽ, ദുഃഖം വരുന്ന ശരീരത്തിൽ, നിന്ദ്യം എന്ന് പറയുന്ന ശരീരത്തിൽ, മണ്ണുകൊണ്ടുള്ള ശരീരത്തിൽ ദൈവത്തിന്റെ പൂർണ്ണത വെളിപ്പെടും. Can you believe it? സ്വർണം കൊണ്ട് ഒരു വലിയ കൊട്ടാര സമമായ ഒരു ആലയം ഉണ്ടാക്കിയപ്പോ ജ്ഞാനികളിൽ ജ്ഞാനി, ആ ജ്ഞാനികളിൽ ജ്ഞാനിയായ മനുഷ്യൻ ആ വലിയ സ്വർണം കൊണ്ടുള്ള ആലയത്തിന്റെ അകത്തിരുന്നുകൊണ്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. നീ സ്വർഗത്തിൽ ഒതുങ്ങത്തില്ല, സ്വർഗാദി സ്വർഗത്തിൽ ഒതുങ്ങത്തില്ല. എന്നിട്ട് പറഞ്ഞു, സ്വർഗം നിന്റെ സിംഹാസന, ഭൂമി നിന്റെ പാദപീഠം. നിന്നെ സ്വർഗത്തിൽ ഒതുക്കാൻ പറ്റില്ല, ഭൂമിയിൽ ഒതുക്കാൻ പറ്റില്ല. Can you imagine, brothers and sisters, God cannot be contained in heaven or earth. The all universal ദൈവത്തെ ഒരിക്കലും ആർക്കും കണ്ടെയ്ൻ ചെയ്യാൻ പറ്റില്ല. കാരണം യൂണിവേഴ്സിന് ദൈവത്തെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ദൈവം എന്ത് ചെയ്തു? യൂണിവേഴ്സിനെ കണ്ടെയ്ൻ ചെയ്തേക്കാം. ഈ പ്രപഞ്ചത്തിന് ദൈവത്തെ ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ട് ദൈവം പ്രപഞ്ചത്തെ എടുത്ത് തന്റെ സ്റ്റൊമക്കിൽ, തന്റെ ഉള്ളിൽ വെച്ചേക്കുക. അതുകൊണ്ടാണ് ഭൂമിയിൽ ആർക്കും ദൈവത്തെ കാണാൻ പറ്റാതെ. സോ ആ ദൈവം പൗലോസിനൊരു മർമ്മം വെളിപ്പെട്ടു. അതാ മിസ്റ്റിക്. നമ്മൾ പോകുന്നുണ്ട് പൗലോസിന്റെ മർമ്മങ്ങളിലൊക്കെ പോകും. 3 മാസം കൊണ്ട് ക്ലാസ് തീരുമെന്ന് എനിക്കിപ്പോ തോന്നുന്നില്ല. അതുകൊണ്ട് ക്ലാസ് ഒരുപക്ഷെ നീളാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ക്ലാസ്സുകളുടെ എണ്ണം കൂട്ടേണ്ടി വരും. നോക്കട്ടെ, നമുക്ക് ടൈമിന്റെ പ്രശ്നം കൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു ക്ലാസ് കൂടെ കൂട്ടണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഇത് പറയും തോറും ഇങ്ങനെ ഈ ഉറവ വന്നുകൊണ്ടിരിക്കുക. ഈ കിണർ പോലെയാണിത്, കോരും തോറും വരികയാണ്. അപ്പൊ എനിക്കാണെങ്കിൽ ഇത് നിങ്ങളോട് പറയാനുള്ള ഭയങ്കര കൊതിയാണ്. കൊതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോ എന്തോ വലിയ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നു എന്ന ചിന്തയ്ക്കപ്പുറത്ത് നിങ്ങളിൽ ഇത് നിറയുക എന്നൊരു മോഹം എൻ്റെ അകത്ത്. അപ്പൊ ഞാനീ പറഞ്ഞു വരുന്നത്, ഈ പൗലോസിന് ആ മർമ്മം വെളിപ്പെട്ടു. പൗലോസിനെ പറ്റിയ മർമ്മം എന്താ? ദൈവത്തിന്റെ സർവസമ്പൂർണതയും, ഐ ലവ് ദാറ്റ് വേർഡ്, ദൈവത്തിന്റെ സർവസമ്പൂർണതയും യേശുക്രിസ്തുവിൽ ദേവരൂപമായി വസിക്കുന്നു. എനിക്ക് തോന്നുന്നു ശലോമോന്റെ തലയിൽ ഒരു ഭയങ്കര ഇടി വെട്ടിയ പോലെ ആയിപ്പോയി. ശലോമോൻ ജ്ഞാനിയിൽ ജ്ഞാനിയായ ശലോമോൻ ഈ വാക്ക് കേട്ടാൽ 100% ചൂളിപ്പോകും. സ്വർഗത്തിൽ ഒതുങ്ങത്തില്ല, സ്വർഗാദി സ്വർഗത്തിൽ എത്തില്ല, സ്വർഗം സിംഹാസനം, ഭൂമി പാദപീഠം. ഈ ദൈവം മറിയയുടെ ഉദരത്തിൽ ജനിച്ച മിശിഹാ തമ്പുരാൻ എന്ന് പറയുന്ന 6 അടി ഹൈറ്റുള്ള യഹൂദനായ ശരീരത്തിൽ ഇരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ ഈ മഹാദൈവം ദേഹരൂപമായി വിത്ത് ഫുൾനെസ്സിൽ വസിക്കുന്നുവെന്ന്. ഇതൊരു മിസ്റ്ററിയാണ്. ദിസ് ഈസ് എ മിസ്റ്ററി. സ്വർഗത്തിൽ ഒതുങ്ങുന്നില്ല, യൂണിവേഴ്സിൽ ഒതുങ്ങുന്നില്ല, പ്രപഞ്ചത്തിൽ ഒതുങ്ങുന്നില്ല. എങ്ങും ഒതുങ്ങാത്ത ഒരാൾക്ക് ഈ ശരീരത്തിൽ ഒതുങ്ങാൻ പറ്റും. ഇതൊരു മർമ്മമാണ്. സ്വർഗം സിംഹാസനം, ഭൂമി പാദപീഠം എന്ന് പറയുന്ന ഈ മഹാദൈവത്തിന് എന്റെ ഈ 5 അടി ഹൈറ്റുള്ള ഈ മൺകൂടാരത്തിനകത്ത് അവന്റെ മുഴുപ്രഭയോടെ, ഫുൾനെസ്സോടെ വസിക്കാൻ പറ്റുന്നു എന്നതാണ് പൗലോസിൽ വെളിപ്പെട്ട ഏറ്റവും ശക്തമായ മർമ്മം. അതിനേക്കാൾ വലിയൊരു മർമ്മം പറഞ്ഞു. പുരാതനമായി മറഞ്ഞു കിടന്നൊരു മർമ്മം. എന്താണ് ആ മർമ്മം? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. You can contain the Almighty God, brothers and sisters. Can you say amen? നിങ്ങൾക്ക് ദൈവത്തെ കണ്ടെയ്ൻ ചെയ്യാം. ശലോമോനെ, നിന്റെ ആലയത്തിൽ ഒതുങ്ങത്തില്ല, സ്വർഗത്തിൽ ഒതുങ്ങത്തില്ല, ഭൂമിയിൽ ഒതുങ്ങത്തില്ല. പക്ഷേ മൺകൂടാരത്തിൽ താമസിക്കുന്ന നിന്റെ ബോഡിക്കകത്ത് ദൈവം ഉൾക്കൊള്ളുന്നവനാണെന്നാണ് വിശുദ്ധ ബൈബിൾ. നമ്മുടെ മിസ്റ്റിക് ട്രൂത്ത് പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? പ്രപഞ്ചത്തിൽ ഒതുങ്ങാത്ത ഒരാളിനെ ദാണ്ട് ഇതിനകത്ത് ഒതുക്കാൻ പോവാ നമ്മൾ. എന്നിട്ട് നാം ദൈവത്തിന്റെ ഫുൾനെസ്സായി ഈ ഭൂമിയിൽ ജീവിക്കാൻ പോവാ. Are you ready to live with the fullness of God in this earth? Coming days, the coming days, I'm prophesying, brothers. The coming days, then generation is going to see the people, those who are full of God, is walking in the street. ഈ പ്ലാനറ്റിൽ ദൈവത്തിന്റെ പരിപൂർണതയുള്ള ആളുകൾ നടക്കുന്നത് തലമുറ കാണാൻ പോവാ. വേദജ്ഞാനികളെ കണ്ടിട്ടുണ്ട്, ജ്ഞാനികളെ കണ്ടിട്ടുണ്ട്, തിയോളജിയൻസിനെ കണ്ടിട്ടുണ്ട്, പാസ്റ്റേഴ്സിനെ കണ്ടിട്ടുണ്ട്, ബിഷപ്പുമാരെ കണ്ടിട്ടുണ്ട്, തിരുമേനിമാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ദൈവത്തിന്റെ പൂർണ്ണത ശരീരത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ആളുകളെ ഈ ജനറേഷൻ അറിയത്തില്ല, പരിചയമില്ല. അങ്ങനെ ചില ആളുകൾ ദാണ്ടെ ഈ റൂമിനകത്ത് ഒരുക്കപ്പെടുകയാണ്. Oh, Jesus Christ, he walked on the street of Jerusalem.
with the fullness of God. Oh, ഇതൊരു മിസ്റ്ററി ആണ്. അയ്യോ, എനിക്ക് മനസ്സിലാകുന്നില്ല, ഇതെങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിയത്തില്ല. പ്രപഞ്ചത്തിൽ ഒതുങ്ങത്തില്ല. പ്രപഞ്ചത്തിന്റെ അപ്പുറത്ത് യൂണിവേഴ്സിൽ ഒരു ഒതുങ്ങാത്ത ഒരാളിന് എന്റെ ശരീരത്തിൽ ഒതുങ്ങാൻ പറ്റുമോ? That is the creative mystery. That is a speciality of your body. നിങ്ങളുടെ ശരീരത്തിന്റെ പ്രത്യേകത അത്. നിങ്ങളുടെ ശരീരത്തിന്റെ പ്രത്യേകതയാ. Oh, can you imagine, brother? Jesus said, the kingdom of God is in you. That's a mystical truth. Kingdom of God is in you. ദൈവരാജ്യം നിങ്ങളിൽ. I can hold the whole kingdom. I want to tell you one thing. ജ്ഞാനിയായ ശലോമോന് സഭാപ്രസംഗത്തിൽ ഒരു ദൂത് പറഞ്ഞു. അവൻ മനുഷ്യന്റെ ഉള്ളിൽ നിത്യതയെ ആക്കി, നിത്യതയെ സൃഷ്ടിച്ചാക്കി. അപ്പൊ മനുഷ്യന്റെ അകത്ത് എറ്റേണിറ്റി ഉണ്ട്. മനുഷ്യൻ എറ്റേണിറ്റിയെ ചുമക്കുന്നവനാണ്. If there is eternity in the heart of man, I want to say a dynamic and revolutionary thing. If you have eternity inside of you, you can hold the whole cosmos, the whole universe inside of you. നിങ്ങളുടെ അകത്ത് നിത്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിനെ മൊത്തം കണ്ടെയ്ൻ ചെയ്യും. ദാറ്റ്സ് വൈ ജീസസ് സെഡ് നിങ്ങളുടെ അകത്ത് ദൈവരാജ്യം ഉണ്ടെന്ന്. ദ കിങ്ഡം നിങ്ങളുടെ അകത്തുണ്ട്. നിങ്ങളൊരു സാധാരണ ആളല്ല. നമ്മൾ മനുഷ്യർ എന്ന് പറയുമ്പോൾ കുറച്ചാളും ജീവിക്കുന്നു, 80 വയസ്സിൽ മരിക്കുന്നു, സ്വർഗ്ഗത്തിൽ. You are created by God. You are the sons of God. You are the son of the Almighty God. You are carrying eternity inside of you. Hey, നിത്യത എന്ന് പറഞ്ഞ ടൈമും സ്പേസും ഇല്ലാത്ത ഒന്ന് നിങ്ങൾ അകത്ത് ഹോൾഡ് ചെയ്യുക. If there is eternity, the whole creations can be contained in that eternity. So that eternity-ക്കകത്ത് God വസിക്കുകയാണ്. നിത്യതയെ അവൻ തന്റെ ജനത്തിന്റെ മനുഷ്യന്റെ ആത്മാവിന്റെ ഉള്ളിൽ നിർമ്മിച്ചാക്കി. What a wonderful word it is. ശരി, I want to talk about the ways and the path. Amen. The great mystic in the Old Testament, he was walking with God, wrote a lot of psalms, brought a lot of revelation to the body of Christ. David, he said, Lord, show me your derek. Show me your derek, show me your way, and teach me your arak. Teach me your arak and show me your ways. Show me your ways. Listen, this is very important. Another dynamic thing is there. You know the word show. Show enna word in the Hebrew word, mysticine etto ishtolla oru word aanu yada. Yada എന്ന് പറഞ്ഞാൽ എന്താ? Knowing intimately. Knowing intimately. ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. അറിയുന്നത് എന്നതിന്റെ അർത്ഥമാണ് യാദാ. Hey, oh, come on, people of God. Mystic ആണ്. ഞാൻ പറഞ്ഞ David the mystic is praying to God, Lord, yada your derek. Derek means emphasizing the destination. Destination, എത്തിച്ചേരേണ്ടത്, അതിനെ എംഫസൈസ് ചെയ്യുന്നതാണ് ഡെറക്. വേസ്. അപ്പൊ പുള്ളി പറയാ, ലോർഡ്, ഡെസ്റ്റിനേഷനെ എനിക്ക് അറിയിക്കണമേ. ഷോ എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന അറിയിക്കുക എന്ന് പറഞ്ഞാൽ ആ ഡെസ്റ്റിനേഷന് എനിക്ക് കാണിച്ചിങ്ങനെ കണ്ണുകൊണ്ട് കാണിച്ചു തരാനല്ല, മറിച്ച് എന്തുവാ? cause me to know. Cause me to know. What is meaning? Cause me to know. അനുഭവത്തിലൂടെ എന്ന് പറഞ്ഞാൽ എന്നെയും കൂടെ നിന്നെയും കൂടെ ഇങ്ങനെ ഒന്നൊന്നാക്കണേ. Then only I can see the destination. What is the destination? ഞാനും നീയും ഒന്നാകുന്നതാണ്. ഞാനും നീയും യൂണിയനിൽ എത്തുന്നതാണ്. ആ മിസ്റ്റിക്കൽ യൂണിയനിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതാണ് ഞാൻ അറിയേണ്ട വഴി. Amen. People of God, what is our destination? Heaven? No. Reward? No. Soul winning? No. Building church? No. No. ഇതൊന്നും ആയിരുന്നില്ല. Miracle ministry? No.
Supernatural life, no, that is not our destination. That is only the products. Miracle ministry is the product. Immortality is the product. Supernatural lifestyle is the product. Traveling in the air is a product. Transcending, going to heaven and coming back, that is a product. Don't pray for that one. Don't go for that one. Go for the destination. What is the destination? Knowing Daddy. Union with God. ഇതാണ് നമ്മുടെ ചർച്ച നഷ്ടപ്പെട്ടു പോയത്. We are praying for miracles. We are praying for healing. We are praying for the church growth. We are praying for a supernatural ministry. We are praying for everything. But we failed. 10 വർഷം പ്രാർത്ഥിച്ചു, 20 വർഷം പ്രാർത്ഥിച്ചു, 30 വർഷം പ്രാർത്ഥിച്ചു, എന്നിട്ട് അവസാനം പ്രാർത്ഥിച്ചോണ്ട് മരിക്കുക. പ്രാർത്ഥിച്ച മക്കൾ വരത്തില്ല കുഞ്ഞുങ്ങളെ. Lord, give me child, give me child, give me child. Where is your husband? Husband is in America. Where are you? I'm in India. We both are praying every day, Lord, to get child. Amen. അമേരിക്കയിലിരിക്കുന്ന ഭർത്താവും ഇന്ത്യയിലിരിക്കുന്ന ഭാര്യയും എല്ലാ ദിവസവും ഉപവസിച്ച് പ്രാർത്ഥിക്കുക ഒരു കുഞ്ഞിന് വേണ്ടി. ഇതാണ് ഇന്ന് ക്രിസ്തുവിന്റെ സഭ ചെയ്തുകൊണ്ടിരിക്കുന്നത്. Ministers of God is doing that. Pastors are doing that. അമേരിക്കയിലിരിക്കുന്ന അച്ഛനും ഇന്ത്യയിലിരിക്കുന്ന ആന്റിയും തമ്മിൽ പ്രാർത്ഥനയില്ല. കരങ്ങൾ അത് സൂം മീറ്റിംഗിൽ പ്രാർത്ഥിക്കുന്നു, ടെലിഫോണിലൂടെ പ്രാർത്ഥിക്കുന്നു, ഓർത്ത് പ്രാർത്ഥി. Lord, just Lord, give us. Impossible, sir. Child is not the answer of prayer. Child is the product of your relationship. ഞാൻ നിങ്ങളെ ഈ മോഹങ്ങളിൽ നിന്ന് ആദ്യം എടുത്ത് നിങ്ങളുടെ മോഹം ഒരിടത്തേക്ക് ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകും. രണ്ട് രാജ്യത്തിരിക്കുന്ന ഭാര്യയും ഭർത്താവും മക്കൾ ജനിക്കാൻ പ്രാർത്ഥിക്കുന്നത് പോലെയാണ് ഇന്ന് യേശുവിന്റെ മക്കൾ, സഭയിലെ ശുശ്രൂഷകന്മാർ, അപ്പോസ്തലന്മാർ, ministers of God, evangelists, church pastors. They are praying, Lord, I want the ministry, I want a prophetic ministry, I want the gifts of... Stop it. ഒറ്റ പ്രാർത്ഥന. Lord, I want you. നിങ്ങൾക്കറിയുമോ, ഇന്ത്യയിലെ ജീവിച്ചിരുന്ന ഒരു മിസ്റ്റിക് ഉണ്ട്. അത് ഡോക്ടർ DGS ദിനകരൻ. അദ്ദേഹം ഇപ്പോൾ ഈസ് റെസ്റ്റിംഗ് വിത്ത് ഗോഡ്. അദ്ദേഹം ഒരിക്കൽ തൻ്റെ ഒരു അനുഭവം പറഞ്ഞായിരുന്നു. ഞാൻ ചെറിയ പ്രായം, 12 വയസ്സുള്ളപ്പോൾ മുതൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെട്ടത് DGS ദിനകരനെ. അദ്ദേഹത്തിന്റെ ടീച്ചിങ്സ്, അദ്ദേഹത്തിന്റെ മെസ്സേജ്, അദ്ദേഹത്തിന്റെ ലൈഫ് ഒരുപാട് എന്നെ സ്വാധീനിച്ചു. മലയാളികളിൽ ആരും എന്നെ അങ്ങനെ സ്വാധീനിച്ചിട്ടില്ല. ആ അങ്കിളാണ് എന്നെ സ്വാധീനിച്ചത്. അദ്ദേഹം ഒരിക്കൽ ദൈവസന്നിധി പ്രാർത്ഥിച്ചു 9 കൃപാവരങ്ങൾക്ക് വേണ്ടി. നിങ്ങളൊരു പക്ഷേ അത് കേട്ടിട്ടുണ്ടാകും. 9 വരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് തനിക്ക് പ്രത്യക്ഷപ്പെട്ടു. തന്നോട് പറഞ്ഞു, കം അപ്പ് എന്ന് സ്വർഗത്തിലേക്ക് തന്നെ വിളിച്ചു. താൻ ആത്മാവിൽ നേരെ ഹെവനിലേക്ക് പോയി. കർത്താവായ യേശു തന്നെ പിതാവിന്റെ സിംഹാസനത്തിന് അടുക്കേക്ക് കൊണ്ടുപോയി. അക്ഷരികമായി താൻ ആത്മാവിൽ പോവുക, ശരീരം താഴെയുണ്ട്. താൻ ദൈവസന്നിധി ചെന്നു. അപ്പൊ ഹെവനിൽ താൻ കേട്ട ശബ്ദം, വാട്ട് യു വാണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. വാട്ട് യു വാണ്ട്. പക്ഷെ ഞാൻ അന്ന് കേട്ടപ്പോ, ഞാൻ പറഞ്ഞല്ലോ, അന്ന് 12 വയസ്സ് മുതൽ ഈ കാലഘട്ടം വരെ ഞാൻ കേട്ടപ്പോൾ, ഈ സന്ദേശം കേട്ടപ്പോൾ ഉള്ള ചിന്തയല്ല ഞാൻ ഇപ്പൊ പങ്കുവെക്കാൻ പോകുന്നത്. പിതാവിന്റെ സിംഹാസനം, അല്ലെങ്കിൽ പിതാവിനെ കാട്ടിക്കൊടുത്തു, പിതാവിന്റെ ആ തേജസ്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ നിന്നൊരു ശബ്ദം പുറപ്പെട്ടു, വാട്ട് യു വാണ്ട്, നിനക്ക് എന്തു വേണം. അപ്പം അദ്ദേഹം കഴിഞ്ഞ 7 വർഷമായിട്ട് പ്രാർത്ഥിക്കുന്ന, ലോർഡ്, ഐ വാണ്ട് ദ 9 ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. 9 ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഐ വാണ്ട് ലോർഡ്. അപ്പൊ പുള്ളിക്ക് പ്രാർത്ഥന, ദൈവമേ 9 വരങ്ങൾ വേണം. പക്ഷെ എന്താണ് വേണ്ടതെന്നുള്ള സിംഹാസനത്തിലെ ശബ്ദം കേട്ടപ്പോ ദ ഹോളി സ്പിരിറ്റ് അദ്ദേഹത്തോട് പറഞ്ഞെന്നാ, അദ്ദേഹത്തിന്റെ ചെവിയിൽ ഇങ്ങനെ മന്ത്രിച്ചു. ഹോളി സ്പിരിറ്റ് പറഞ്ഞു, ഇങ്ങനെ പ്രാർത്ഥിക്കും, എനിക്ക് നിന്നെ വേണം എന്ന് പറയാൻ. 9 വരങ്ങൾക്ക് വേണ്ടി 7 വർഷം 9 വർഷം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന 7 വർഷം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദിനകരൻ ദൈവ മുമ്പിൽ എത്തിയപ്പോ പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്തു, കൃപാവരങ്ങൾക്ക് വേണ്ടി അല്ല പ്രാർത്ഥിക്കേണ്ടത്, ഐ വാണ്ട് യു. ഇതൊരു മിസ്റ്ററിയാ, ഇതൊരു വഴിയാ. ഐ വാണ്ട് യു, എനിക്ക് നിന്നെ വേണം. എന്റെ സഹോദരങ്ങളെ, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ ഒറ്റ വിഷയം ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ പ്രാർത്ഥിച്ചു. മുട്ടുമടക്കുമ്പോ കണ്ണുകളെ ദൈവത്തിൽ അടയ്ക്ക്, കരങ്ങൾ രണ്ടും സ്വർഗത്തിലേക്ക് ഉയർത്തി നിറകണ്ണുകളോടെ, ദൈവമേ എനിക്ക് ശുശ്രൂഷ വേണമേ, എനിക്ക് കൃപാവരങ്ങൾ വേണമെന്നല്ല നിങ്ങൾ പറയേണ്ടത്. ലോർഡ്, ഐ വാണ്ട് യു, ഐ വാണ്ട് യു ലോർഡ്, ഐ വാണ്ട് യു. നിങ്ങൾ ബൈബിൾ മുഴുവൻ വായിച്ചോ. പുരാതനമായി ദൈവത്തിന്റെ കൂടെ നടന്ന സകല ഭക്തന്മാർക്കും ദൈവം വെളിപ്പെടുത്തിയിട്ട് പറയുന്ന വാചകം ഒന്നുണ്ട്, ഞാൻ
നിങ്ങളുടെ പ്രതിഫലമാകുന്നു. ഞാൻ നിങ്ങളുടെ അവകാശമാകുന്നു. ഞാനാണ് നിങ്ങളുടെ പ്രതിഫലം. നിങ്ങൾ എന്റേതാണ്, ഞാൻ നിങ്ങളുടേതാണ്. ദാവീദ് പറഞ്ഞു, അവനാണ് എന്റെ സങ്കേതം, അവനാണ് എന്റെ ഓഹരി. Come on people of God, he is my inheritance. അവനിൽ നിന്ന് വാങ്ങുന്ന ചിന്ത വിട്ട് അവനെ വേണം. I want you, I want to be connected with you, I want to be united with your God. That will be your prayer. അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. Amen. Ways, Derek is destination. Destination എന്താണ്? Destination. We have a prayer life. What is our destination? ലോൺ അടയ്ക്കണം, വീട് വെക്കണം, ഉള്ളി ഭൗതികം. എന്റെ സഹോദരന്മാരെ, ഒരു വാക്ക് പോലും പ്രാർത്ഥിക്കാത്ത നിരീശ്വരവാദിക്ക് വീടുണ്ട്. സത്യദൈവത്തെ അറിയാത്തവനും കാറുണ്ട്. നമ്മളെക്കാൾ കൂടുതൽ സമ്പന്നനാണ്. ഇതൊന്നും പ്രാർത്ഥിക്കാത്തവൻ സിമ്പിളായിട്ട് വാങ്ങിക്കുന്ന ഇതിനു വേണ്ടി നമ്മൾ എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത്? നമുക്ക് വേണ്ടത് ദൈവമാണ്. പിതാവിനെ നമ്മൾ അറിയുക. I want you, God. Jesus never prayed for bread. Jesus never prayed for miracles. Jesus never prayed for another way to be opened. Jesus only prayed, Lord, I want you. Jesus was a so powerful mystic, even though he was the Son of God. He was a Son of God in flesh, but he was living in this earth as a mystic. As a mystic. നമ്മൾ അതിലേക്ക് പിന്നെ പോകും. ഞാൻ എൻ്റെ വാക്കിലേക്ക് വരിക. എല്ലാവരും ശ്രദ്ധിക്കൂ. ഡെറക്, ഡോണ്ട് ഫോർഗെറ്റ് ദിസ് വേർഡ്, ഡെറക് ആൻഡ് അറാഖ്, ARACH, അറാഖ്. ഡെറക് മീൻസ് ഡെസ്റ്റിനേഷൻ, ദാറ്റ് ഈസ് വേസ്. ജെരമ്യാ പ്രാർത്ഥിക്കുക, പറയുകയാണ്, നിങ്ങൾ പാതകളിൽ ചെന്ന് പഴയ പാതയോട് നല്ല പാതയെന്ന് അറിഞ്ഞ് അതിൽ നടപ്പീൻ. പാതകൾ, ഡെസ്റ്റിനേഷൻ. നിങ്ങൾ ഡെസ്റ്റിനേഷൻ നിങ്ങൾ എങ്ങനെയാ ഡെസ്റ്റിനേഷൻ എത്തുന്നത്? വാട്ട് ഈസ് ദ ഡെസ്റ്റിനേഷൻ? What is the show? What is the destination? What has to be shown? What has to be revealed? Knowing. Yada. Hey, David പ്രാർത്ഥിക്കുക, Yada. Lord, Yada means എനിക്ക് അങ്ങനെ അറിയണം. Intimate knowledge. Intimacy. Intimacy. I want to know you, Daddy. I want to know you, Daddy. I want to have a close walk with you. That's why the Bible says he was a man after God's own heart. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള. What is the meaning? ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളവൻ എന്ന വാക്കിന് അർത്ഥം അറിയാമോ? ദൈവത്തിന്റെ ഹാർട്ടും ഇവന്റെ ഹാർട്ടും ഹാർമണിയസ് ആയിരുന്നു. പറഞ്ഞാൽ ഇവന്റെ ഹാർട്ട് പോലെയായിരുന്നു ദൈവത്തിന്റെ ഹാർട്ട്, ദൈവത്തിന്റെ ഹാർട്ട് പോലെയായിരുന്നു ഇവന്റെ ഹാർട്ട്. എന്ന് പറഞ്ഞാൽ ഈ ദൈവം എന്തൊക്കെ കാര്യത്തിന് വേണ്ടി അവന്റെ ഹാർട്ട് ചലിക്കുമോ അതുപോലെ ഡേവിഡിന്റെ ഹാർട്ടും ചലിക്കുമായിരുന്നു. സോ ഹിസ് ഹാർട്ട് ഈസ് ഹാർമണിയസ് വിത്ത് ഗോഡ്സ് ഹാർട്ട്. ദൈവത്തിന്റെ ഹൃദയവും ഡേവിഡിന്റെ ഹൃദയവും ഒന്നായിരുന്നു. ഇവിടെ ഹാർട്ട് ടു ഹാർട്ടിൽ നിങ്ങൾക്കറിയുമോ? അതുകൊണ്ടാണ് ശാലോമോന്റെ ഹൃദയവും ദൈവത്തിന്റെ ഹൃദയവും ഒന്നായിരുന്നു. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് അവന്റെ ഭാര്യമാർ നിമിത്തം വിഗ്രഹങ്ങളുടെ പുറകിലേക്ക് പോയപ്പോൾ ദൈവം അവനോട് കോപിച്ചു എന്നൊരു വാക്കുണ്ട്. കോപിച്ചു. അവിടെ എഴുതിയിരിക്കുന്ന കോപിച്ചു എന്നല്ല. മലയാള ബൈബിളിലും ഇംഗ്ലീഷിലും കോപിച്ചു എന്ന അർത്ഥത്തിലാണ് എഴുതിയെങ്കിലും ഒറിജിനൽ ഭാഷയിൽ കൊടുത്തിരിക്കുന്നത് അവന്റെ ഹൃദയം ബ്രോക്കണായെന്ന. റിലേഷൻഷിപ്പ് കൊതിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവത്തിന്റെ അൾട്ടിമേറ്റ് ഗോൾ റിലേറ്റിംഗ് വിത്ത് അസ് ആണ്. നമ്മോട് കൂടെ ബന്ധം സ്ഥാപിക്കുക എന്നൊരു അൾട്ടിമേറ്റ് ലക്ഷ്യമേ ദൈവത്തിനുള്ളൂ. നമ്മൾ അതിൽ ഫെയിലായി. നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, നമുക്ക് ചർച്ചസ് ഉണ്ട്, നമുക്ക് തിയോളജി ഉണ്ട്, we have enough thing, everything, but we don't have much closer walk with God. ദൈവവുമായിട്ട് റിലേഷൻഷിപ്പ്, ബന്ധങ്ങളിലേക്ക് വരികയാണ്. ബന്ധം, mysticism is a relationship, union with God. I cannot be separate with God. I and God are one. ഞാനും ദൈവം ഒന്നാണ്. എന്റെ ഹൃദയം പോലെ ദൈവത്തിന്റെ ഹൃദയം. എന്റെ ഹൃദയം നോവുമ്പോൾ ദൈവഹൃദയം നോവും, ദൈവഹൃദയം നോവുമ്പോൾ എന്റെ ഹൃദയം നോവും. എന്റെ ഹൃദയം ചലിക്കുന്നത് ദൈവഹൃദയം ചലിക്കും, ദൈവഹൃദയം ചലിക്കുന്നത് എന്റെ ഹൃദയം ചലിക്കും. So David was a man, his heart is harmonious with God's heart. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള എന്ന് പറഞ്ഞാൽ ദൈവഹൃദയവും ഇവന്റെ ഹൃദയം സെയിം ആയിരുന്നു. So ruler, നിങ്ങൾക്കറിയുമോ രാജാവ്. So many people are praying for Lord, make me a king. God said, I want a king with my own heart. We are always focusing on our assignment.
Listen, assignment ആണോ റിലേഷൻഷിപ്പ് ആണോ വലുത്? Assignment alla relationship. Relationship is different from assignment. Assignment is possible by true relationship. God, listen, this is very important. God connected with Adam and Eve through the image and likeness. The image and likeness is the connecting rod. Amen. ഛായയും സ്വരൂപവുമാണ് ആദാമിനെയും ദൈവത്തെയും കണക്ട് ചെയ്തിട്ടുള്ളത്. ആദാമും ദൈവവും കണക്റ്റഡ് ആയത് ഈ ഇമേജ് ആൻഡ് ലൈക്ക്നെസ്സിലാണ്. ഇമേജ് ആൻഡ് ലൈക്ക്നെസ് പെർഫെക്റ്റ് ആയതുകൊണ്ടാണ് അവരുടെ അസൈൻമെന്റ് പെർഫെക്റ്റ് ആയത്. ആമേൻ. എന്തുവാ? വാഴുക, അടക്കി വാഴുക, ഫ്രൂട്ട്ഫുൾ ആകുക, മൾട്ടിപ്ലൈ ആകുക. ഇത് അസൈൻമെന്റാ. അസൈൻമെന്റ് അല്ല ലക്ഷ്യം. ഹല്ലേലൂയ. ഹോളി ലൈഫ്, that is not our എന്തുവാ ഹോളിനെസ്. പവർഫുൾ ലൈഫ്, പവർഫുൾ മിനിസ്ട്രി, മരിച്ച ശവങ്ങൾ എഴുതി, ഇതൊക്കെ പോസിബിളാ. ഇതൊക്കെ പടപടപടാ നടക്കുമായിരുന്നു. പക്ഷെ എന്തു പറ്റി? we do not know the ways and we do not know the paths. നമുക്ക് വഴിയും അറിയത്തില്ല, നമുക്ക് പാത അറിയത്തില്ല. നമുക്ക് അറിയേണ്ട കാര്യം എന്തുവാ? നമുക്കറിയാം, അസൈൻമെന്റ് അറിയാം. ഇന്ത്യ ഹാസ് ടു ബി റിവൈവ്ഡ്. ഇന്ത്യയിൽ ഉണർവുണ്ടാകണം. എന്തേ ഉണർവുണ്ടാകാത്തെ? What is the ways and what is the path? What is the derek and what is the arak? Derek and arak. Don't forget that words. Derek and arak. Derek is the destination. What is the destination? Lord, I want to know you, Daddy. എന്ന് പറഞ്ഞാൽ, ഡേവിഡിന്റെ പ്രാർത്ഥന നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാക്കി തരാം. ഇപ്പോൾ അറിയാം, ലോർഡ് യാദ. യാദ എന്ന വേർഡിന്റെ ഗ്രാമാറ്റിക്കലി കൊടുത്തിരിക്കുന്ന കോസ് മീ ടു നോ. കോസ് മീ ടു നോ. Cause me to know. ഞാൻ പറയാം. If I'm just giving you a flying kiss, you are receiving it. Praise the Lord. Receiving it. പക്ഷേ if I'm giving you a kiss in your cheeks, that is causing you to know. നിങ്ങൾക്കത് അറിയാൻ പറ്റും, ഇല്ലേ? നമ്മളൊരു കുഞ്ഞിനെ ദൂരെ, നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഫ്ലൈങ് കിസ് കൊടുക്കും. അതേസമയം ആ കുഞ്ഞ് ഓടി വന്ന് നമ്മുടെ കവിളത്തെടുത്ത് ഉമ്മ തരും. ബോത്ത് ആർ ഡിഫറെന്റ്. ബോത്ത് ആർ ഡിഫറെന്റ്. ഒന്ന് അറിഞ്ഞോണ്ട് കിട്ടിയത്, അത് കോസ് മീ ടു നോ എന്ന് പറഞ്ഞാൽ എനിക്കിത് അറിയിപ്പിക്കണമെന്ന്. നിന്റെ വഴി എന്നെ അറിയിപ്പിക്കണം. അറിയിപ്പിക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഞാൻ അങ്ങനെ അറിയുകയല്ല, മറിച്ച് ആ ആൾ എൻ്റെ കൂടെ യുണൈറ്റഡ് ആയിരുന്നിട്ട്, ഒന്നായിട്ടിരുന്നിട്ട് നമ്മൾ തമ്മിൽ ആ യൂണിയനിൽ എനിക്ക് ആ ഡെസ്റ്റിനേഷൻ അറിയിക്കണം. ഇറ്റ്സ് വെരി ഹാർഡ് ടു നോ. ശ്രദ്ധിക്കുക, ഇച്ചിരി കട്ടിയുള്ള കാര്യമാണ്. അതായത് ദൈവമേ, വഴി എനിക്ക് ഇങ്ങനെ ഒരു മാപ്പ് കാണിച്ച, ദൂതനെ വിട്ടിട്ട് ഒരു ഗൂഗിൾ മാപ്പ് കാട്ടിത്തരാനല്ല. നമ്മൾ രണ്ടും കൂടെ ഐ വാണ്ട് ടു നോ യു എക്സ്പീരിയൻഷ്യലി ആൻഡ് യുണൈറ്റഡ് ചെയ്തിട്ട് ഐ വാണ്ട് ടു നോ ദ ഡെസ്റ്റിനേഷൻ. ആമേൻ. I want to know the destination by knowing you. Cause me to know the ways. That is yada. Cause me to know the ways. നിങ്ങളുടെ അകത്തത് പവർഫുൾ ആയിട്ട് എൻ്റർ ആകാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ശാന്തമായിട്ട് പറയുന്നത്. കാരണം ഇത് വളരെ സോളിഡ് ആയിട്ടുള്ള കാര്യം. അതായത് കോസ് മീ ടു നോ മീൻസ്, ലോർഡ്, ഒരു പഞ്ചസാരയ്ക്ക് മധുരം ഉണ്ടെന്ന് പറയുന്നതും പഞ്ചസാര എടുത്ത് നാവിൽ രുചിക്കുന്ന രണ്ടാണ്. അപ്പം പഞ്ചസാര നാവിൽ രുചിക്കുന്നതാണ് കോസ് മീ ടു നോ. പഞ്ചസാരയുടെ മധുരമുണ്ടെന്നുള്ള അറിവല്ല എനിക്ക്, എക്സ്പീരിയൻഷ്യൽ നോളജ് ആണ്. ആമേൻ. എക്സ്പീരിയൻഷ്യൽ നോളജ്. ദാറ്റ്സ് വൈ ഈ ബുക്ക് ഓഫ് സോളമൻ എഴുതിയ സോങ് ഓഫ് സോങ്സിൽ പറയുന്നൊരു വാക്കുണ്ട്, ലോർഡ് കിസ് മീ വിത്ത് യുവർ മൗത്ത്. നിന്റെ അധരത്താൽ എന്നെ ചുംബിക്കണമേ. ദാറ്റ് ഈസ് അൾട്ടിമേറ്റ് റിലേഷൻ. നിങ്ങൾക്കറിയാമോ, അതൊരു മിസ്റ്റിസിസത്തിന്റെ ഏറ്റവും കൾമിനേഷൻ ആണ്. കൾമിനേഷൻ. ഞാനത് കോണ്ടംപ്ലേറ്റീവ് പ്രയറിൽ നമുക്ക് പറ്റുമെങ്കിൽ സോങ് ഓഫ് സോളമനകത്ത് ചില ടേംസ് എടുത്ത് ഞാൻ മനസ്സിലാക്കി തരാനായിട്ട് ശ്രമിക്കാം. ഇവിടെ പാത്ത് എന്ന് പറയുന്നത് മെത്തേഡ് ടു ട്രാവൽ. അതായത് കർത്താവേ, എനിക്ക് ആ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ എനിക്കുള്ള മെത്തേഡ് നീ ഒന്ന് കാണിച്ചു തരണം. അതാണ് പാത്ത്. പാത്ത് എന്ന് പറഞ്ഞാൽ എന്തുവാ? മെത്തേഡ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഏൻഷ്യന്റ് മിസ്റ്റിസിസത്തില് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് അറിയുന്നത്. ഒന്ന് ദൈവത്തിന്റെ വഴികൾ, രണ്ട് ദൈവത്തിന്റെ പാതകൾ. ഈ രണ്ട് വാക്കുകൾ ഒരു വേർഡിന്റെ രണ്ടർത്ഥമല്ല. ദൈവത്തിന്റെ വഴികൾ എന്ന് പറയുന്നത്
ദൈവത്തിന്റെ പാതകൾ ഇത് രണ്ടും രണ്ടാണ്. ദൈവത്തിന്റെ വഴികൾ എന്ന് പറയുന്നത് ദൈവവുമായി ഇന്റിമേറ്റ്ലി, ഫ്ലഷ്ലി, സ്പിരിറ്റ്ലി, ഇമോഷണലി, എക്സ്പീരിയൻഷ്യലി ഫാദറിനെ അറിയുക. ഹസ്ബൻഡ് വൈഫിനെ അറിയുന്ന പോലെ, പുരുഷൻ സ്ത്രീയെ അറിയുന്നത് പോലെ ആ അറിവ് അതൊരു മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ് ആണ്. ഇഫ് യു ഡോണ്ട് ഫീൽ, ഐ വാണ്ട് ടു ഓപ്പൺലി ടെൽ യു, അതിന്റെ ഭൂമിയിലെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് സെക്സ്. സെക്സ് എന്ന് പറയുമ്പോൾ തന്നെ ഡോണ്ട് ഫീൽ ബാഡ്, ദാറ്റ്സ് എ പാർട്ട് ഓഫ് റിലേഷൻഷിപ്പ്. So the husband and wife, they are doing sex, that means they are boldly what means husband wife, that is they are mutually indwelling. Husband is living in the husband, wife and wife is living in the husband. ഭാര്യ ഭർത്താവിലും ഭർത്താവ് ഭാര്യയിലുമായിരിക്കുന്ന മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ്, ഇതാണ് യാത. പച്ചയ്ക്ക് പറഞ്ഞാൽ എപ്പോഴും ഞാനിത് പറയുന്നില്ല, അതുകൊണ്ട് ഇത് എന്നേക്കോട്ട് ഓർത്ത് വെച്ചേക്കും. ഇതാണ് അതിന്റെ ട്രൂത്ത്. അതായത് ബോത്ത് ആർ ലിവിങ്. അപ്പൊ ഹസ്ബൻഡ് വൈഫിലും വൈഫ് ഹസ്ബൻഡിലും ജീവിക്കുക. യേശു അതല്ലേ പറഞ്ഞ, പിതാവേ ഞാൻ നിന്നിലും നീ എന്നിലും. ഇപ്പൊ ഞാനിത് മലയാളി ക്രൗഡ് ആയതുകൊണ്ടാണ് എനിക്കിത് പറയാനായിട്ട് ഇച്ചിരി പേടി. കാരണം മലയാളിക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ ഇപ്പൊ തന്നെ ബൈബിളൊക്കെ ഓഫ് ചെയ്തിട്ട് ക്യാമറ ഓഫ് ചെയ്തിട്ട് ഓടാഞ്ഞ ഭാഗ്യം. Mystic people, you have to know what are the things, this is not that's not an ugly thing, that's a very perfect thing. That's what ട്രിനിറ്റിയുടെ ഒരു മ്യൂച്വൽ ഇന്റർലിങ്കിന്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാണ് ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ്. അതാണ് അതിന്റെ ട്രൂത്ത് എന്നത്. അതാണ് യാത എന്ന് പറയുന്നത്. അതൊരു ഭയങ്കര അറിവാണ്. ദൂരെ നിന്ന് ഭാര്യയെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ചിരിക്കുന്നതല്ല യാത. വിത്ത് ഫുൾ, അതിനകത്ത് രണ്ടാമത് അവരോട് ഓപ്പണിറ്റി, ബോത്ത് ആർ നേക്കഡ്, ദാറ്റ് മീൻസ് ബോത്ത് ഹാവ് നത്തിങ് ടു ഹൈഡ്. എനിക്ക് മറയ്ക്കാനൊന്നുമില്ല, എന്റെ ദൈവവും ഒന്നും മറയ്ക്കുന്നില്ല. ദൈവം മൊത്തം വെളിപ്പെടുത്തുന്നു, ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുന്നു. വി ബോത്ത് ആർ നേക്കഡ്, then only we can become one, united. So God is revealing himself. That means God became naked to us and we became naked to God. Amen. Amen. എപ്പോഴും ശ്രദ്ധിച്ചോണം, ദൈവവുമായിട്ടുള്ള ബന്ധം മനുഷ്യൻ മുറിച്ചതിന്റെ അന്ന് ആ മനുഷ്യൻ ഉടുപ്പിട്ടത്. ആമേൻ. റിലേഷൻഷിപ്പ് കട്ടായതിന്റെ സൈനാണ് മനുഷ്യൻ ഉടുപ്പിട്ടത്. ഇന്നും പറഞ്ഞ് ഇതിനകത്ത് മിസ്റ്റേക്സ് എല്ലാം റിലേഷൻഷിപ്പ് കറക്റ്റ് ആയെന്ന് വെച്ച് ഉടുപ്പൂരരുത്. അതായത് അപ്പം ഈ ആദമും ഹവ്വയും they were naked but they are not ashamed എന്ന് എഴുതിയിട്ടുണ്ട്. അവർക്ക് നഗ്നരായിരുന്നില്ല, ലജ്ജ തോന്നിയില്ല. എന്റെ അർത്ഥം എന്താ, അവർക്ക് മറക്കാൻ ഒന്നും ഇല്ലായിരുന്നു. ഈ മറക്കാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ആയിട്ട് ദൈവം മുമ്പിൽ നിൽക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം മുമ്പിൽ പ്ലെയിൻ ആയിട്ട് നിൽക്കുക. റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ചോ, we want to be connected with God, do not hide anything. നിങ്ങളുടെ കുറവും കുറ്റവും നിങ്ങളുടെ പപ്പിഷയും എല്ലാം കാട്ടിക്കണം. അതെല്ലാം കൊണ്ടൊന്ന് കവർ ചെയ്ത് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, അതൊന്നും ഓർക്കണ്ട. എല്ലാം ഓപ്പൺ ആകണം. ആർ യു റെഡി ടു ഓപ്പൺ അപ്പ്? നിങ്ങളുടെ മൈൻഡിലുള്ള കുഴപ്പങ്ങൾ, നിങ്ങളുടെ രഹസ്യ ജീവിതം, നിങ്ങളുടെ പരസ്യ ജീവിതം, നിങ്ങളുടെ മൈൻഡ്, ഇതെല്ലാം ഓപ്പൺ ആകണം ദൈവം. നിങ്ങൾ വെൻ യു കം ടു ദ പ്രസൻസ് ഓഫ് ഗോഡ്, നിങ്ങളുടെ അകത്തൊരു അഗ്ലി തോട്ട് വന്നാൽ യു ജസ്റ്റ് ഡിസ്കസ് വിത്ത് ഗോഡ്, ലോർഡ് ഇങ്ങനെ ഒരു കാര്യം